കോഴിക്കോട് വെള്ളയിൽ ഗാന്ധി റോഡിലാണ് ഇന്നത്തെ കവല. ഇവിടെ മാലിന്യം പേറുന്ന തോട് മൂലം പ്രദേശവാസികൾ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കോഴിക്കോട് ഗാന്ധി റോഡിലുള്ള വെള്ളയിൽ സമീപമുള്ള ഗാന്ധി റോഡിലാണ് ഇന്ന് കവലയുള്ളത്. ഇവിടെ പ്രധാനമായും നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഒരു മാലിന്യ പ്രശ്നം. കാരണം ഇവിടെ സമീപത്തുള്ള ആ ഓട മൂടാത്തത് മൂലം വലിയ ബുദ്ധിമുട്ടാണ് ഈ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ലധികം വീടുകൾ, ആളുകൾ, കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ നമ്മൾ സംസാരിക്കും. നിങ്ങൾ നേരിടുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മുടെ ഈ നാട്ടിൽ ഓൾറെഡി നമ്മുടെ കോർപ്പറേഷൻ തൊട്ട് മൂക്കിയം താഴെയുള്ളൊരു പ്രദേശമാണ് വെള്ളയിൽ പ്രദേശം. ഇത് നിങ്ങൾക്കറിയാം, ഈ തോടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായി ഇപ്പോഴും വളരെ മോശമായ രീതിയിൽ ഒരു വലിയൊരു സിറ്റിയുടെ നടുക്കുള്ളൊരു പ്രദേശമാണിതെന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ 2013 ഒരു വാർത്തയാണിത്. 10 ലക്ഷം രൂപ ആവിക്കത്തോടിന് വേണ്ടി 2013 ഈ ഒരു തുക ആവിയായി പോയിട്ട് ആണ് ഈ പത്രത്തിൽ കൊടുത്തൊരു വാർത്ത. അപ്പോൾ നമ്മുടെ അധികാരികളുടെ ഒരു പോരായ്മയായിട്ടാണ് ഇതിനെ കാണുന്നത്. ചേച്ചി ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്? ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 1-2 തവണ അല്ല, ഒരുപാട് തവണ കൗൺസിലറുടെ അടുത്ത്, നമ്മളെ 2ാം സർക്കിൾ HIൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം, ചെയ്യാം. ഇപ്പോൾ HI പറയുന്നത് വീടുകളിൽ നിന്ന് പോണ വെള്ളം, അതായത് ഈ തോട്ടിലേക്ക് പോകുന്ന വെള്ളം കുഴൽ ബ്ലോക്കാക്കി വെക്കാൻ. അപ്പോൾ ഈ വീടുകളിലുള്ള വെള്ളം എവിടേക്ക് പോകും? ഞങ്ങൾ വേസ്റ്റ് ഇടുന്നില്ല, വേസ്റ്റ് കോർപ്പറേഷൻ വണ്ടിക്കായിരിക്കാം കൊടുക്കുന്നത്. പക്ഷെ മഴ പെയ്താൽ ഇനി തീർച്ചയായിട്ടും വെള്ളം ഒരു മഴയ്ക്ക് തന്നെ വെള്ളം എടുക്കും. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു ഉമ്മയുണ്ട്. ഉമ്മനെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? പ്രായമുള്ളൊരു ഉമ്മാണ്. ഉമ്മനെ വീട്ടിൽ പോയാൽ കാണാം. ഈ സ്ഥലത്തെ മൊത്തം നിങ്ങൾ അവഗണിക്കുകയാണെന്ന് പറയുന്നത് എത്ര കൊല്ലങ്ങളായിട്ടാണ് പറയാത്ത ആളുകളില്ല. മൊത്തം ആളുകളെ നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ പോയിട്ട് ഈ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം മാറി വരുന്ന കൗൺസിലർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ചനുള്ളിൽ ഇത് പൊളിച്ച് മാറ്റിത്തരാൻ നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. ഇതെത്ര കാലമായി കേൾക്കാന്ന് പറയും. ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാന്നില്ല. ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട് ചെയ്യില്ല. നമ്മൾ എടുക്കുന്ന കുടിവെള്ളം എടുക്കുന്നത് ഈ കക്കൂസിൻ്റെ ഏരിയത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഇതിൻ്റെ കംപ്ലൈൻറ്റ് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കക്കൂസ് 5 വർഷമായിട്ട് ഉപയോഗിക്കണേ ഇല്ല. അത് മാലിന്യം നിറഞ്ഞു കിടക്കാണ്. മഴക്കാലത്താണെങ്കിൽ ഭയങ്കര സ്മെല്ലുമാണ്. പിന്നെ പാമ്പിൻ്റെ കഥ പറയാത്തതുമാണ് നല്ലത്. വീരേന്ദ്രകുമാറിൻ്റെ MP ഫണ്ടിൽ 10 ലക്ഷം റുപ്യ ഇതിന് പാസ്സായതാണ് 15 കൊല്ലം മുമ്പ്. അതെന്ന് പറഞ്ഞാൽ ലാപ്സാക്കി വരും. അത് കോർപ്പറേഷൻ ലാപ്സാക്കി. എന്നിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം വിവരാവകാശത്തിൻ്റെ കൊടുത്തപ്പം കോർപ്പറേഷൻ എനിക്ക് ലെറ്റർ വന്ന് കലക്ടറേറ്റായിട്ട് എന്താണെന്ന് അന്വേഷിച്ചിട്ട്. പിന്നെ അതിൻ്റെ മറുപടി ഒന്നും വന്നിട്ടില്ല. വീരേന്ദ്രകുമാറിൻ്റെ MP ഫണ്ടിലാണ് 15 കൊല്ലം മുമ്പാണ്. എല്ലാ പ്രാവശ്യം പറയും തോട് മൂടും, 2 സൈഡ് ഭിത്തി കെട്ടി തോടും. ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആ തോടിനകത്തുള്ള അഴുക്കൊക്കെ നീക്കിയിട്ട് ഈ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ തോട് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി വരികയാണ്. അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇതിൻ്റെ അടുത്ത തോടാണ് കാട്ടുപറമ്പത്ത് ഇതേപോലെ കിടന്നത്. പക്ഷെ അതൊക്കെ കോൺക്രീറ്റ് ചെയ്തെല്ലാം നല്ല വൃത്തിയായി നൽകി. ഇത് ഇവിടെയാണ് കൂടുതൽ ചേരി പ്രദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇത് VIP ഏരിയയും ആ ഭാഗം ചേരി പ്രദേശമായിട്ടാണ് ഞങ്ങളെ ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൊക്കെ പറയാറുള്ളത്. അപ്പോൾ നമ്മളെ ഇത് നന്നാവുകയാണെങ്കിൽ എത്രയും എല്ലാവർക്കും നല്ല റാഹത്തായി നടക്കാൻ പറ്റും. അതിനാണ് ഒരു പറയുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് ഈ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ല വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഏതായാലും ഈ നാട്ടുകാരുള്ളത്.